Lord, you're holy, Lord. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ വായിക്കുന്നു. എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാനിവ നിങ്ങൾക്കെഴുതുന്നത്. എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശുക്രിസ്തു. പിതാവിൻ്റെ സന്നിധിയിൽ ദൈവമക്കൾക്കുള്ള ഏക മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ്. സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിൽ ദൈവമക്കൾക്കുള്ള ഏക മധ്യസ്ഥൻ മറിയമല്ല, ഏതെങ്കിലും പുണ്യാളന്മാരല്ല, അബ്രഹാമല്ല, പൗലോസല്ല, യാക്കോബല്ല, കർത്താവായ യേശുക്രിസ്തു ഏക മധ്യസ്ഥൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരാജയപ്പെട്ടവരെ കർത്താവായ യേശു വീണ്ടും എടുത്ത് ഉപയോഗിക്കുമോ? പരാജയത്തിലൂടെ പാഠങ്ങൾ പഠിച്ച് വീണ്ടും പരാജയം ആവർത്തിക്കാതെ വിജയകരമായി ജീവിക്കുന്ന ഏത് വിശ്വാസിയെയും കർത്താവ് എടുത്ത് ഉപയോഗിക്കും. പത്രോസിൻ്റെ കാര്യം തന്നെ അതിന് നല്ല ഉദാഹരണമാണ്. കർത്താവിന് അറിയാമായിരുന്നു, ഈ പത്രോസ് എന്നെ 3 വട്ടം തള്ളിപ്പറയും. ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല എന്ന് പത്രോസ് പറഞ്ഞാലും പത്രോസിൻ്റെ എല്ലാ പരിമിതിയും കർത്താവിന് അറിയാം. ശീമോനെ, ശീമോനെ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. ശിമയോൻ, ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. പത്രോസ് നിഷേധിക്കും, അവൻ കുറ്റമേറ്റു പറയും. അതേ പത്രോസിന് തന്നെ സഹോദരന്മാരെ ഉറപ്പിക്കുവാൻ കർത്താവായ യേശു എടുത്തുപയോഗിക്കും. പരാജയപ്പെട്ട പത്രോസിനെ 3 വട്ടം കർത്താവിനെ നിഷേധിച്ച പത്രോസിനെ യേശു നിഷേധിച്ചില്ല. അവന് അനുതാപമുണ്ടായി. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ 3000-ഓളം പേർ മാനസാന്തരപ്പെട്ടു. അവർ സ്നാനം സ്വീകരിച്ചു. ഒരു പരാജയപ്പെട്ട വ്യക്തിയെയാണ് കർത്താവ് ഈ രീതിയിൽ ഉപയോഗിക്കുന്നത്. മാത്രമല്ല, പത്രോസ്ലീഹ എഴുതിയ 2 ലേഖനങ്ങൾ നമുക്ക് ബൈബിളിൽ വായിക്കാൻ പറ്റും. ആ ലേഖനങ്ങൾ എല്ലാ വിശ്വാസികൾക്കും ഉറപ്പും ധൈര്യവും പ്രത്യാശയും നൽകുന്നവയാണ്. ഏതെങ്കിലും കാരണത്താൽ മനസ്സ് ക്ഷീണിച്ചിരിക്കുമ്പോൾ പത്രോസ്ലീഹായുടെ ലേഖനങ്ങൾ വായിച്ചാൽ മതി. നമ്മെ ബലപ്പെടുത്തുന്ന അനേക വാക്യങ്ങൾ പത്രോസിൻ്റെ ലേഖനത്തിലുണ്ട്. എന്തുകൊണ്ട്? കാരണം പത്രോസിനോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നീ തിരിച്ചു വന്ന് നിൻ്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. ഏതെങ്കിലും രീതിയിൽ ആകുലത വരുമ്പോൾ പത്രോസിൻ്റെ ലേഖനം നമ്മോട് പറയുന്നത്, നിങ്ങളുടെ സകല ഉത്കണ്ഠകളും അവിടുത്തെ മേൽ അർപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കർത്താവിൻ്റെ ശക്തമായ കരങ്ങളുടെ കീഴിൽ താണിരിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. മനസ്സ് പതറി നിൽക്കുന്നൊരു വിശ്വാസി ഈ വചനം വായിക്കുമ്പോൾ അവൻ സ്ഥിരപ്പെടുകയാണ്. അതുപോലെ അഗ്നിശോധനകൾ, ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, അപ്പോൾ പത്രോസ് പറയുന്നത്, ഏതോ അപൂർവ കാര്യം സംഭവിച്ചു എന്ന് കരുതി നിങ്ങൾ പരിഭ്രമിക്കരുത്. പിന്നെയോ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും നിങ്ങൾ സന്തോഷിക്കുവിൻ. 1 പത്രോസ് 4-ാം അധ്യായം 12 മുതൽ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു.
നിങ്ങളിൽ ആരും തന്നെ കൊലപാതകിയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ പരദ്രോഹിയോ ആയി പീഡ സഹിക്കാൻ ഇടയാകരുത്. ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ സഹിക്കുന്നതെങ്കിൽ അതിൽ അവൻ ലജ്ജിക്കാതിരിക്കട്ടെ. പിന്നെയോ ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് പത്രോസ് മരിച്ചുപോയി. പക്ഷേ പത്രോസ് എഴുതിയ ഈ തിരുവചനങ്ങൾ മരിച്ചിട്ടില്ല. കാരണം പരിശുദ്ധാത്മ പ്രേരിതമായാണ് പത്രോസ് ഈ 2 ലേഖനങ്ങളും എഴുതിയിരിക്കുന്നത്. പത്രോസ് എഴുതിയ 1-ാം ലേഖനവും പത്രോസ് എഴുതിയ 2-ാം ലേഖനവും. ഇന്ന് ലോകത്തിൽ വിവിധ രാജ്യങ്ങളിൽ ക്രിസ്ത്യാനിയായി എന്ന ഒറ്റ കാരണത്താൽ നിരവധിയായ പീഡകളിലൂടെ അനേകർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ തടവ്, പീഡനം, ഉപദ്രവങ്ങൾ, ആരോപണങ്ങൾ ഇവയ്ക്കെല്ലാം വിധേയമായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അവരെ എല്ലാം ബലപ്പെടുത്തുന്ന വാക്യങ്ങളാണ് നാം അല്പം മുമ്പ് വായിച്ചു കേട്ടത്. കാരണം കർത്താവായ യേശുക്രിസ്തു പത്രോസിനോട് പറഞ്ഞിരുന്നു, നീ തിരിഞ്ഞു വന്ന് നിൻ്റെ സഹോദരന്മാരെ ബലപ്പെടുത്തണം. പത്രോസ്ലീഹ എഴുതിയ ലേഖനം ഇന്നും പ്രതിസന്ധികൾ അനുഭവിക്കുന്ന കോടിക്കണക്കിന് ക്രിസ്ത്യാനികളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതികൂലങ്ങളിലും പതറാതെ, അഗ്നിശോധനയുടെ നടുവിലും പതറാതെ കർത്താവിന് വേണ്ടി ഉറച്ചു നിൽക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്നതാണ് പത്രോസ്ലീഹ എഴുതിയ ഈ 2 ലേഖനങ്ങളും. ഇതിൽ നിന്ന് ഒരു കാര്യം നാം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ചില പരാജയങ്ങൾ വന്നാൽ അതോടുകൂടെ നമ്മുടെ കഥ അവസാനിച്ചു എന്ന് കരുതരുത്. പത്രോസിനെ തിരിച്ചെടുത്ത അതേ കർത്താവ് തന്നെ നാം പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് ഒരു വിജയകരമായ ജീവിതം നയിക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ കർത്താവ് നമ്മെ ഓരോരുത്തരെയും എടുത്തുപയോഗിക്കും. ദൈവരാജ്യ വ്യാപനത്തിന് വേണ്ടി കർത്താവ് നമ്മെയും എടുത്തുപയോഗിക്കും. അങ്ങനെ ഫലപ്രദമായൊരു ജീവിതം, കർത്താവിൻ്റെ നാമത്തിന് മഹത്വം വരത്തക്ക ജീവിതം നമുക്ക് നയിക്കാൻ കഴിയും. പൗലോസ് ഫിലമോൻ എഴുതിയ ലേഖനം 10 മുതൽ വായിക്കുന്നു. എൻ്റെ പുത്രൻ ഓനോസിമോസിൻ്റെ കാര്യമാണ് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നത്. എൻ്റെ കാരാഗ്രഹവാസകാലത്ത് ഞാൻ അവന് പിതാവായി. മുമ്പ് അവൻ നിനക്ക് പ്രയോജനരഹിതനായിരുന്നു. ഇപ്പോഴാകട്ടെ അവൻ നിനക്കും എനിക്കും പ്രയോജനമുള്ളവനാണ്. പ്രയോജനരഹിതമായ ഒരു ക്രിസ്തീയ ജീവിതം നമുക്കാർക്കും നയിക്കേണ്ട കാര്യമില്ല. മടങ്ങി വന്ന് പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ച് ഒരു വിശുദ്ധ ജീവിതം, വചനപ്രകാരമുള്ള ജീവിതം നയിക്കാൻ ഒരുക്കമുണ്ടെങ്കിൽ കർത്താവിന് പ്രയോജനമുള്ളവനാകുവാൻ, മറ്റുള്ളവർക്ക് അനുഗ്രഹം നൽകുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയാകുവാൻ ദൈവം നമുക്ക് അവസരം തരും. പരാജയപ്പെട്ടവരെ തള്ളിക്കളയാത്ത കർത്താവിനെ നമുക്ക് കരങ്ങളുയർത്തി സ്തോത്രം ചെയ്യാം. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. പരാജയങ്ങൾ നമുക്ക് വിലപ്പെട്ട പാഠങ്ങൾ നൽകും. വിജയത്തിന് നൽകാൻ പറ്റാത്ത വിലയേറിയ പല പാഠങ്ങളും നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മ ശക്തിയാൽ പത്രോസ് അന്യഭാഷ പറഞ്ഞു. അഭിഷേകം പ്രാപിച്ചതിന് ശേഷം നടത്തിയ ആദ്യത്തെ പ്രസംഗത്തിൽ 3000-ഓളം പേർ മാനസാന്തരപ്പെടുക മാത്രമല്ല സ്നാനപ്പെടുകയും ചെയ്തു. പത്രോസ് അവരോട് സുവിശേഷം പറയുകയാണ്. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചു. ആ സന്ദേശം കേട്ട ജനങ്ങൾക്കെല്ലാം മാനസാന്തരം ഉണ്ടായി, പാപബോധം ഉണ്ടായി. പക്ഷേ ആ വലിയ പ്രസംഗം പ്രസംഗിക്കുമ്പോൾ പത്രോസിനൊരു കാര്യം അറിയാം. എൻ്റെ കേൾവിക്കാരായ ജനങ്ങളെക്കാളുമൊക്കെ അധികം പാപം ഞാനാണ് ചെയ്തത്. കാരണം 3.5 വർഷം കർത്താവായ യേശുവിൻ്റെ കൂടെ ഞാൻ നടന്നവനാണ്. മുക്കുവനായ എനിക്ക് ഒരിക്കലും ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനാകാൻ, ഈ ഭാഗ്യപദവി സ്വന്തമാക്കാൻ യാതൊരു യോഗ്യതയുമില്ല. എന്നാലും കർത്താവായ യേശു ക്രിസ്തു മുക്കുവനായി എന്നെ തിരഞ്ഞെടുത്ത് അപ്പസ്തോലനാക്കി. പക്ഷേ ഞാൻ നന്ദി കെട്ടവനായിരുന്നു. ക്രിസ്തുവിനെ ശത്രുക്കൾ പിടിച്ചപ്പോൾ ആ രാത്രിയിൽ 3 വട്ടം ഞാൻ എൻ്റെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞവനാണ്. എന്നാൽ ഈ ജനങ്ങൾ ആരും തന്നെ ആ രീതിയിൽ കൊടിയ പാപം ചെയ്തിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തു പരാജയപ്പെട്ട എന്നെ
തള്ളിക്കളയാത്തവനായതുകൊണ്ടാണ് അവിടുത്തെ വചനം പറയുവാൻ ധൈര്യത്തോടെ അഭിഷേകത്താൽ നിറച്ച് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ആ ഒരു ബോധ്യമുള്ളതുകൊണ്ട് അഹങ്കാരത്തോടെയല്ല പത്രോസ് വചനം പ്രസംഗിക്കുന്നത്. നിങ്ങളൊക്കെ മഹാപാപികളും ഞാൻ വലിയ വിശുദ്ധനും, ജീവിതത്തിൽ ഞാനൊരു പരാജയവും വരുത്തിയിട്ടില്ല, ജനങ്ങളെ നിങ്ങളാണ് വലിയ പരാജയങ്ങൾ വരുത്തിയിരിക്കുന്നത്. ഈ മനോഭാവത്തോടെയല്ല പത്രോസ് പ്രസംഗിക്കുന്നത്. അവൻ സുവിശേഷം ജനഹൃദയത്തിന് രൂപാന്തരം കൊടുക്കുന്ന, അവരെ അനുതാപത്തിലേക്ക് നയിക്കുന്ന സുവിശേഷം പറഞ്ഞുവെങ്കിലും പത്രോസിനറിയാം ഞാൻ പരാജയപ്പെട്ടവനാണ്, എന്നോട് കർത്താവ് കരുണ കാണിച്ചതുകൊണ്ടാണ് ഈ വചനം പറയുവാൻ ഒരവസരം തന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്ന ഓരോ പ്രസംഗകന്മാർക്കും ഈ എളിമയുടെ മനോഭാവം ഉണ്ടായിരിക്കണം. പത്രോസിന് വന്ന പരാജയമല്ല, ദൈവത്തിൻ്റെ വചനം പറയുന്ന നമുക്ക് മറ്റു പല മേഖലകളിലും വീഴ്ചകൾ വന്നിട്ടുണ്ട്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണ കൊണ്ടാണ് നാം ഓരോരുത്തരും നിലനിൽക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നാം മറ്റുള്ളവരോട് പറയുമ്പോൾ അഹങ്കാര മനോഭാവത്തോടെ പറയരുത്. ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ദൈവത്തിൻ്റെ വചനം, ഈ വിശുദ്ധിയുടെ വചനം പാപികളോട് പറയുവാൻ ദൈവം എനിക്കൊരവസരം തന്നിരിക്കുന്നത്. ഇതെൻ്റെ യോഗ്യത കൊണ്ടല്ല, കർത്താവിൻ്റെ അനന്ത കൃപ കൊണ്ട് എന്നെ അവിടുന്ന് ഈ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്തു. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്ന പലരും അഹങ്കാരത്തിൻ്റെ ആത്മാവിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. എല്ലാവരുമല്ല, എളിമയോടെ ദൈവത്തിൻ്റെ വചനം പറയുന്ന ധാരാളം വചന പ്രബോധകരുണ്ട്. എന്നാൽ ചിലരൊക്കെ ഇന്ന് വചനം പറയുന്നത് ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ എത്ര വലിയ സഭയാണെന്നറിയുമോ, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിൽ എത്രമാത്രം ജനങ്ങളുണ്ട്, ഈ സഭയ്ക്ക് വലിയ പാരമ്പര്യമുണ്ട്, ഈ സഭ വല്ലാത്തൊരു സഭയാണ്, അതിൻ്റെ ഒരു ഭാഗമെന്ന രീതിയിലാണ് ഞാൻ ഈ വചനങ്ങൾ പറയുന്നത്. അങ്ങനെ അഹങ്കാരത്തോടെ വചനം പറയുന്ന, പാരമ്പര്യത്തിൽ ഊറ്റം കൊണ്ട് വചനം പറയുന്ന പലരുടെയും ഉപദേശം ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും, യഥാർത്ഥ വചനമല്ല അവർ പറയുന്നത്. ദൈവവചനത്തിനെതിരായ ദുരുപദേശങ്ങളും വചനവിരുദ്ധങ്ങളായ പാരമ്പര്യങ്ങളൊക്കെയാണ് ഇവർ പ്രസ്താവിക്കുന്നത്. കാരണം അവർ അഹങ്കാരത്തിൻ്റെ ആത്മാവിൽ നിന്നുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നത്. എന്നാൽ പത്രോസ് പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞത് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ പല കഷ്ടങ്ങൾ വന്നപ്പോൾ ഇയ്യോബിൻ്റെ മനോഭാവം എന്തായിരുന്നു? ഇയ്യോബിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരിൽ വെച്ച് ഇയ്യോബ് നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു. അത് ശരി തന്നെയാണ്. എങ്കിലും ഇയ്യോബ് പൂർണ്ണനായ ഒരുവനായിരുന്നില്ല. അവൻ്റെ ജീവിതത്തിൽ വസ്തുക്കൾ നഷ്ടപ്പെടുന്നു, കന്നുകാലി സമ്പത്ത് നഷ്ടമാകുന്നു, മക്കൾ മരിക്കുന്നു, ആരോഗ്യം പോലും ഇല്ലാതായി മാറുന്നു. ഭാര്യ പറയുന്നത് നീ ഇനിയും എന്തിനാണ് യഹോവ ഭക്തി മുറുകെ പിടിക്കുന്നത്, നിനക്ക് മരിച്ചൂടെ? ഭാര്യയുടെ സപ്പോർട്ട് പോലും ഇല്ലാത്ത അവസ്ഥയിലെത്തി. എല്ലാം കൊണ്ട് ഒറ്റപ്പെട്ടു. നമുക്കാർക്കും ഈ രീതിയിലുള്ള കഷ്ടത വന്നിട്ടില്ല. ഏറ്റവും വലിയ കഷ്ടത വന്നപ്പോൾ ഇയ്യോബിന് എന്തുകൊണ്ടാണ് ഈ കഷ്ടത എനിക്ക് വന്നത്, ഈ രീതിയിലുള്ള പരാജയം എന്തുകൊണ്ട് എനിക്ക് വന്നു, അതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇയ്യോബ് നീതിമാനായിരുന്നുവെങ്കിലും ഇയ്യോബിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം സ്വയനീതീകരണമായിരുന്നു. എനിക്കൊരു തെറ്റുമില്ല, ഈ ഒരു ചിന്ത ഇയ്യോബിനുണ്ടായിരുന്നു. അതുകൊണ്ട് അടിക്കടി തകർച്ചകൾ, നഷ്ടങ്ങൾ, വേദനകൾ വന്നപ്പോൾ ഇയ്യോബ് ദൈവത്തോട് ചോദിക്കുന്നത്, ഞാൻ നീതിമാനായി ജീവിച്ചിട്ടും ദൈവമേ എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള തകർച്ച എനിക്ക് വന്നത്? ഇയ്യോബ് 10-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ഞാൻ കുറ്റക്കാരനല്ല എന്ന് നീ അറിയുന്നു. ഇയ്യോബ് ദൈവത്തോട് പറയുകയാണ്, ഞാൻ കുറ്റക്കാരനല്ല എന്ന് നീ അറിയുന്നു. നിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല. നിന്റെ കൈ എന്നെ ഉരുവാക്കി എന്നെ മുഴുവനും ചമച്ചു, എന്നിട്ടും നീ എന്നെ നശിപ്പിച്ചു കളയുന്നു. ഇയ്യോബിൻ്റെ ധാരണ തനിക്കൊരു തെറ്റുമില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ്. ഞാൻ നീതിമാനാണ്, അതുകൊണ്ട് ദൈവം എന്നോട് അന്യായം കാണിച്ചു. ഇയ്യോബ് തൻ്റെ സങ്കടത്തിലാണ് ഇതൊക്കെ പറയുന്നത്. ഞാൻ കുറ്റക്കാരനല്ല എന്ന് നീ അറിയുന്നു, എന്നിട്ടും നീ എന്നെ നശിപ്പിച്ചു കളയുന്നു.
അപ്പോൾ വാസ്തവത്തിൽ ആരാണ് കുറ്റക്കാരൻ? ഇങ്ങനെയുള്ള ഇയ്യോബിന് അവൻ്റെ സ്വയനീതീകരണം എന്ന ഏറ്റവും വലിയ പാപത്തെ ബോധ്യപ്പെടുത്തുവാൻ ദൈവം നേരിട്ട് ഇയ്യോബിനോട് സംസാരിക്കുമ്പോഴാണ് ഇയ്യോബിന് തൻ്റെ കുറവുകളെ സ്വയനീതീകരണം എന്ന പാപത്തെക്കുറിച്ച് ബോധ്യം കിട്ടുന്നത്. ദൈവം ഇയ്യോബിനോട് നേരിട്ട് സംസാരിച്ചപ്പോൾ ഇയ്യോബ് തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ കുറ്റക്കാരനല്ല, ദൈവം എന്നെ നശിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇയ്യോബ് ഇപ്പോൾ മാനസാന്തരപ്പെടുകയാണ്. തൻ്റെ തെറ്റിനെക്കുറിച്ച് അനുതപിക്കുകയാണ്. ദൈവം നേരിട്ട് സംസാരിച്ചപ്പോഴാണ് ഇയ്യോബിന് തൻ്റെ ജീവിതത്തിലെ ലംഘനങ്ങളെക്കുറിച്ചുള്ള ബോധ്യമുണ്ടായത്. അപ്പോഴാണ് അവൻ മാനസാന്തരപ്പെടുന്നത്. ഇയ്യോബിന് തൻ്റെ നീതിയെക്കുറിച്ചും നിഷ്കളങ്കതയെക്കുറിച്ചും അവന് തന്നെ അഭിമാനവും ആത്മപ്രശംസയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒടുവിൽ ദൈവം ഇയ്യോബിനെ എല്ലാ മേഖലയിലും തകർക്കുകയാണ്. ഇയ്യോബിൻ്റെ തകർച്ചയുടെ അന്ത്യത്തിൽ ദൈവം തന്നെ പ്രത്യക്ഷപ്പെട്ട് ഇയ്യോബിനോട് നേരിട്ട് സംസാരിക്കുകയാണ്. അപ്പോഴാണ് ഇയ്യോബിന് തൻ്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇയ്യോബിനോട് നേരിട്ട് ദൈവം സംസാരിച്ചപ്പോൾ ഇയ്യോബ് ദൈവത്തോട് പറയുന്നതാണ് ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 1 തൊട്ട് 6 വരെ. അതിന് ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നോരിവൻ ആർ? അങ്ങനെ എനിക്കറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയതും ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. കേൾക്കണമേ, ഞാൻ സംസാരിക്കും. ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. ഇയ്യോബ് ദൈവത്തോട് പറയുകയാണ്, ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. ആദ്യം ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവത്തെക്കുറിച്ചൊരു കേൾവി മാത്രം കേട്ടിരുന്നു. പക്ഷേ ദൈവത്തെ നേരിട്ട് കണ്ടപ്പോൾ, സ്വന്തം കണ്ണാൽ കണ്ടപ്പോൾ ഇയ്യോബിന് തൻ്റെ അശുദ്ധിയെക്കുറിച്ച് ബോധ്യമുണ്ടായി. പ്രിയമുള്ളവരെ, നമുക്കും ഇതുപോലെ ദൈവത്തെക്കുറിച്ച് ഒരു കേൾവി മാത്രമാണ് നാം കേൾക്കുന്നതെങ്കിൽ യഥാർത്ഥ അനുതാപം ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ കർത്താവിൻ്റെ തേജസ് നാം മുഖാമുഖം കണ്ടാൽ നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന എല്ലാ പാപങ്ങളും വെളിപ്പെട്ടു വരും. എന്നാൽ കർത്താവിൽ നിന്ന് അകലെ നാം പോകുന്തോറും നമ്മുടെ പാപങ്ങളുടെ തീവ്രത നമുക്ക് കാണാൻ കഴിയുന്നില്ല. നമ്മളിൽ തന്നെ ഉള്ള അഴുക്ക് നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ കർത്താവിൻ്റെ ശക്തിയേറിയ വെളിച്ചത്തിലേക്ക് നാം അടുത്ത് വന്ന് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോഴാണ്, അയ്യോ, ഞാൻ എത്രമാത്രം പാപിയാണ്. ഇയ്യോബ് ദൈവത്തെ നേരിട്ട് കണ്ട് ദൈവസ്വരം കേട്ടപ്പോൾ ഇയ്യോബ് എന്താണ് ചെയ്തത്? ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കടുത്ത ദുരിതങ്ങൾ വന്നപ്പോൾ അത് കേട്ടറിഞ്ഞ് സുഹൃത്തുക്കൾ വന്നു. സുഹൃത്തുക്കൾ ഇയ്യോബിനോട് സംസാരിക്കുന്നുണ്ട്. ഇയ്യോബിൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ സുഹൃത്തുക്കൾ ധാരാളം സംസാരിക്കുന്നുണ്ട്. പക്ഷേ സുഹൃത്തുക്കൾ എത്ര പറഞ്ഞിട്ടും ഇയ്യോബിന് പാപബോധം ഉണ്ടായില്ല. ഒടുവിൽ ദൈവം നേരിട്ടിറങ്ങി വന്ന് ഇയ്യോബിനോട് സംസാരിച്ചപ്പോഴാണ് ഇയ്യോബിന് പാപബോധം ഉണ്ടായത്. ഇന്ന് പല വ്യക്തികളുടെയും ജീവിതത്തിൽ പലരും അവരെ ഉപദേശിക്കാറുണ്ട്. ഒരു മാനസാന്തരവും ഇല്ല. സ്വയനീതീകരണം എന്ന പാപത്തിൽ പലരും കിടക്കുകയാണ്. അങ്ങനെയുള്ള വ്യക്തികൾ കർത്താവായ യേശു ക്രിസ്തുവിനെ നേരിട്ട് കാണാനിടയായാൽ, അവിടുത്തെ ശബ്ദം കേൾക്കാനിടയായാൽ അവർ യഥാർത്ഥത്തിൽ അനുതാപമുള്ളവരായി തീരും. കാരണം ശക്തിയുള്ള വെളിച്ചം നമ്മുടെ മേൽ തട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ അഴുക്ക് പോലും അപ്പോൾ വെളിപ്പെട്ടു വരും. എന്നാൽ നമ്മൾ മങ്ങിയ വെളിച്ചത്തിലിരിക്കുമ്പോൾ അല്പം ചില അഴുക്കൊക്കെ ഉണ്ടെങ്കിലും അത് വെളിപ്പെടുന്നില്ല. അപ്പോൾ നമുക്ക് തോന്നും, ഞാൻ നീതിമാനാണ്,
ഇയ്യോബിൻ്റെ പുസ്തകം 32-ാം അധ്യായം 1 മുതൽ. അങ്ങനെ ഇയ്യോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നിയതുകൊണ്ട് ഈ 3 പുരുഷന്മാർ അവനോട് വാദിക്കുന്നത് മതിയാക്കി. പ്രിയമുള്ളവരെ, അനേകരുടെ ഉപദേശത്തിന് സാധിക്കാത്തത് യേശുവിൻ്റെ സാമീപ്യത്തിന് സാധിക്കും. മണിക്കൂറുകൾ നീണ്ട മാനുഷപ്രസംഗത്തിന് കഴിയാത്തത് യേശുവിൻ്റെ ഒരു നോട്ടത്തിന് കഴിയും. പത്രോസ് ഏറ്റവും വലിയ തെറ്റാണ് ചെയ്തത്. ഞാൻ നിന്നെ അറിയുകയില്ല എന്ന് 3 വട്ടം പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു പത്രോസിനെ നോക്കി ഒരു പ്രസംഗം പ്രസംഗിച്ചില്ല. പിന്നെയോ പത്രോസിനെ തിരിഞ്ഞ് നോക്കി. ആ നോട്ടത്തിൽ പത്രോസ് സമ്പൂർണമായി തകർന്നു, പൊട്ടിക്കരഞ്ഞു, മാനസാന്തരപ്പെട്ടു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 61-ാം വാക്യം. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. ഇന്ന് കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു. പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. ഇന്ന് ചർച്ചിൽ വരുന്ന പല വിശ്വാസികൾക്കും യഥാർത്ഥ മാനസാന്തരമൊന്നും ഇല്ല. പാപങ്ങളെക്കുറിച്ചോർത്ത് അവർ അതിദുഃഖത്തോടെ പൊട്ടിക്കരയുന്നില്ല. അതിന് കാരണം കർത്താവിൻ്റെ നോട്ടം അവർ അനുഭവിച്ചിട്ടില്ല. ക്രിസ്തു നമ്മെ ഒന്ന് നോക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പാപത്തിൽ തുടരാൻ സാധ്യമല്ല. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ വായിക്കുന്നു. അതിൻ്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനാവിലെ നഥനയേലും സബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിൻ്റെ വലത്തുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി. മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിക്കുവാൻ കഴിഞ്ഞില്ല. 3.5 വർഷത്തോളം പത്രോസ് കർത്താവിൻ്റെ കൂടെ അവിടുത്തെ ശിഷ്യനായി നടന്നവനാണ്. ഒരു മുക്കുവനെ പിടിച്ച് ക്രിസ്തു തൻ്റെ അപ്പസ്തോലനാക്കി. 3.5 വർഷത്തോളം ക്രിസ്തുവിൻ്റെ അനന്തമായ സ്നേഹം പത്രോസ് അനുഭവിച്ചു. എന്നാൽ കർത്താവായ യേശുവിനെ ശത്രുക്കൾ പിടിച്ചപ്പോൾ പത്രോസ് പേടിച്ചു. പത്രോസിനെയും ശത്രുക്കൾ കൊല്ലുമോ? ആ പേടി കൊണ്ട് ഗുരുവിനെ നിഷേധിച്ചു. ഞാൻ യേശുവിനെ അറിയുകയില്ല. ഒരു യേശു ശിഷ്യനെ സംബന്ധിച്ച് അവന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പാപം ഏതാണ്? അവൻ്റെ സ്നേഹവാനായ ഗുരുവിനെ അറിയില്ല എന്ന് നിഷേധിക്കുക. അതാണ് ഏറ്റവും വലിയ പാപം. ആ പാപം പത്രോസ് ചെയ്തു. ഒരുപക്ഷെ പത്രോസ് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, ഞാൻ ഏറ്റവും വലിയ പാപം ചെയ്തു, എൻ്റെ ഗുരുവിനെ ഞാൻ തള്ളിക്കളഞ്ഞു, ഇനി എനിക്ക് ഒരു അപ്പസ്തോലനാകാൻ എന്താണ് യോഗ്യത? ഒരു കാര്യം ചെയ്യാം, യേശു മരിച്ചു, യേശുവിനെ കാണാനില്ല, എൻ്റെ പഴയ ജോലി ഞാൻ മറന്നിട്ടില്ല,
ഞാനൊരു മുക്കുവനാണ്, എനിക്ക് മീൻ പിടിക്കാൻ ഇപ്പോഴും അറിയാം. പത്രോസ് പറയുന്നു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. കൂടെയുള്ളവരും പറയുന്നു, ഞങ്ങളും വരാം. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. പത്രോസ് വീണ്ടും വലയെടുത്ത് പഴയ ജോലിക്ക് പോകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പത്രോസിനെ തടുക്കുന്നില്ല. പത്രോസേ, നീ മീൻ വീശാൻ പോകരുത്. മാത്രമല്ല, കർത്താവിനൊരു കാര്യം അറിയാമായിരുന്നു, ഇവർ രാത്രി മുഴുവൻ വല വീശിയാലും ഒന്നും പിടിക്കാൻ പോകുന്നില്ല. പത്രോസ് മീൻ പിടിക്കാൻ ശ്രമിക്കുകയാണ്, ഒന്നും കിട്ടുന്നില്ല. അതായത് കർത്താവായ യേശു ക്രിസ്തു നമ്മെ ദൈവരാജ്യ വ്യാപനത്തിന് വേണ്ടി ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്കായിട്ടാണ് കണ്ടിരിക്കുന്നത് എങ്കിൽ നാം അക്കാര്യം മനസ്സിലാക്കാതെ അഥവാ അതിൻ്റെ പ്രാധാന്യത്തെ നിഷേധിച്ച് നാം വേറെ ഏത് ജോലി തിരഞ്ഞെടുത്താലും നാം ഒരു പരാജയം ആയിരിക്കും. പത്രോസ് വലയെടുത്ത് വീണ്ടും മീൻ പിടിക്കാൻ പോകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പത്രോസിനെ തടുക്കുന്നില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല. ചിലരെ കർത്താവ് ദൈവവേലയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരിക്കാം. ആ വിളിയുടെ പ്രാധാന്യം തിരിച്ചറിയാതെ 10 കാശ് സമ്പാദിക്കാൻ വേണ്ടി ലോകത്തിലെ മറ്റു പല ജോലികളിലും അഭയം പ്രാപിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്ക് വിജയിക്കാൻ പറ്റില്ല. അതാണ് പത്രോസിൻ്റെ പരാജയപ്പെട്ട മീൻപിടുത്തം നമ്മെ പഠിപ്പിക്കുന്ന പാഠം. പിന്നെ മറ്റൊരു കാര്യം, രാത്രി മുഴുവൻ മീൻ പിടിച്ചാലും ഒറ്റ മീൻ പോലും പത്രോസിന് കിട്ടുകയില്ല എന്നുള്ള കാര്യം കർത്താവിനറിയാം. അപ്പോൾ കർത്താവ് ഇങ്ങനെ ചെയ്യുന്നില്ല. പത്രോസ് വലയിറക്കുമ്പോൾ തന്നെ കർത്താവ് പ്രത്യക്ഷപ്പെട്ട്, മോനെ പത്രോസ്, മീൻ പിടിക്കണ്ട, നീ എന്തിന് അധ്വാനിക്കണം, ഒന്നും കിട്ടാൻ പോകുന്നില്ല. കർത്താവ് പറയുന്നില്ല. 1 മണിക്കൂർ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. 2 മണിക്കൂർ അധ്വാനിച്ചു. പത്രോസിന് അപ്പോഴും പ്രതീക്ഷയുണ്ട്. ഇനിയും നേരം വെളുക്കുവാൻ 4-5 മണിക്കൂറുണ്ട്, ഞാൻ അധ്വാനിച്ചാൽ എന്തെങ്കിലും കിട്ടും. രാത്രി 2 മണിയായി, ഒന്നും കിട്ടുന്നില്ല. പത്രോസിന് പ്രതീക്ഷയുണ്ട്, ഇനിയും 3-4 മണിക്കൂറുണ്ടല്ലോ. പക്ഷേ നേരം വെളുക്കാറായപ്പോൾ പത്രോസിനൊരു കാര്യം മനസ്സിലായി, ഇനിയൊന്നും പിടിക്കാൻ പോകുന്നില്ല. അന്ന് ആ രാത്രിയിൽ ആ കടലിൽ മറ്റു പല മുക്കുവരും മീൻ വീശുന്നുണ്ടായിരിക്കും. അവർക്കൊക്കെ മീൻ കിട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷേ മീനുകളോട് കർത്താവ് പറഞ്ഞിട്ടുണ്ടായിരിക്കും, പത്രോസ് എവിടെ വല വീശുന്നു, മത്സ്യങ്ങളെ നിങ്ങൾ അങ്ങോട്ട് പോകാൻ പാടില്ല. മീനിൻ്റെ സൃഷ്ടാവിന് അങ്ങനെ കൽപ്പിക്കാൻ അധികാരമുണ്ട്. കൽപ്പിച്ചാൽ മീൻ അനുസരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒറ്റ മീൻ പോലും പത്രോസിൻ്റെ വഞ്ചിയുടെ അടുത്തേക്ക് വരുന്നില്ല. പിന്നെ എങ്ങനെ മീൻ കിട്ടും? കർത്താവിന് ഒരു പാഠം പത്രോസിനെ പഠിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. കാരണം കർത്താവ് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അത് പത്രോസ് കേട്ടിട്ടുണ്ട്. ഇപ്പോഴിതാ കർത്താവിൻ്റെ ഹിതമൊന്നും അന്വേഷിക്കാതെ സ്വന്തം ബുദ്ധി അനുസരിച്ച് വീണ്ടും മീൻ പിടിക്കുകയാണ്. സ്വന്തം കഴിവ് കൊണ്ട് നിങ്ങൾക്കൊന്നും സാധിക്കുകയില്ല എന്ന പാഠം പഠിപ്പിക്കുവാൻ വല വീശി 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 പത്രോസിൻ്റെ ശാരീരിക ശേഷി ക്ഷയിക്കുന്നത് വരെ കർത്താവ് കാത്തു നിൽക്കുകയാണ്. ഒടുവിൽ അവൻ്റെ ശക്തി ക്ഷയിച്ചതിന് ശേഷം കർത്താവ് പ്രത്യക്ഷപ്പെടുകയാണ്. ഇന്ന ഭാഗത്ത് വലയിറക്കണം. അപ്രകാരം വലയിറക്കി ധാരാളം മീനും കിട്ടി. നമ്മുടെയും ജീവിതത്തിൽ കർത്താവ് ചില പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കും. ദൈവത്തിൻ്റെ ഹിതത്തിന് കീഴ്പ്പെടാതെ നാം സ്വന്തം വഴിക്ക് പോകുമ്പോൾ കർത്താവ് ശാന്തമായി നോക്കി നിൽക്കും. തുടക്കത്തിൽ നമ്മെ തടുക്കുകയില്ല. ഒടുവിൽ അധ്വാനിച്ച് നാം കുഴയും. പിന്നെ നാം ഒരു കാര്യം മനസ്സിലാക്കും, കർത്താവിൻ്റെ സഹായം കൂടാതെ എനിക്കൊന്നും സാധ്യമല്ല. നാം അടിയറവ് കർത്താവിൻ്റെ മുമ്പാകെ പറയും. അതിനു വേണ്ടിയാണ് കർത്താവ് നമ്മെ അകന്നു മാറി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവ് സ്നേഹവാനാണ്. പരാജയപ്പെട്ടവരെ കർത്താവ് തിരുത്തും. എന്നാൽ ചില ശിക്ഷണങ്ങൾ കൊടുത്താണ് കർത്താവ് തിരുത്തുന്നത്.